ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള കുറച്ച് സാൻസവേരിയ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഓരോ പ്ലാന്റ്സിൻ്റെ സൈസും അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും വെറൈറ്റീസൊക്കെ നമ്മൾ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ അവസാനം ഓരോ സെപ്പറേറ്റ് വെറൈറ്റീസിൻ്റെ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തിൽ നമ്മൾ ഓരോ വെറൈറ്റീസിൻ്റെ ഫോട്ടോസ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് അഡ്രസ്സ്, ഫോൺ നമ്പറും പിൻകോഡും അയക്കാം. ഏത് കൊറിയർ സർവീസാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊറിയർ സർവീസ് ഏതാണെന്നുള്ളത് നിങ്ങൾ അഡ്രസ്സ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മെൻഷൻ ചെയ്ത് വിടുകയും ചെയ്യാം കേട്ടോ. നമ്മളുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പർച്ചേസും പോസിബിൾ ആണ്. പക്ഷേങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വന്ന് പിക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ സാൻസവേരിയ പ്ലാന്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഇൻഡോറായിട്ട് പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ അത് ഫ്രഷ് ആയിട്ടിരിക്കും, കെയർ വേണ്ട, അങ്ങനെയൊക്കെ ഉള്ളതാണ് അതിൻ്റെ നമുക്ക് യൂസ് വരുന്നത്. പക്ഷേ എങ്കിൽ നമ്മൾ സാൻസവേരിയ പ്ലാന്റ്സ് യൂസ് ചെയ്യുകയാണ്, അതിന് പകരം ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഈ പ്ലാന്റ്സ് ആണെങ്കിൽ, ഇത് ലൈവ് പ്ലാന്റ്സ് ആണെങ്കിൽ തന്നെ ഇത് നിങ്ങൾ അധികം ഒന്നും പരിചരണം കൊടുക്കണ്ട, എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ സാൻസവേരിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് ഇൻഡോറായിട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റുകളിൽ വെച്ച് തന്നെ നമുക്ക് ഇൻഡോറായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് സാൻസവേരിയ പ്ലാന്റ്സ്. അതുപോലെ തന്നെ പരിചരണമാണെങ്കിൽ മറ്റുള്ള ചെടികളെ പോലെ ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ് നമുക്ക് സാൻസവേരിയ പ്ലാന്റ്സിൻ്റെ പരിചരണവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനാണെങ്കിലും അധികം കഷ്ടപ്പാടില്ല. പെട്ടെന്ന് തന്നെ ചോട്ടിൽ നിന്ന് വേറെ പുതിയ ഷൂട്ട്സ് മുളച്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും അധികം ബുദ്ധിമുട്ടൊന്നും സാൻസവേരിയ പ്ലാന്റ്സ് വളർത്തുന്ന സമയത്ത് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.